നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്ന ചോദ്യം മാത്രമേ ഉണ്ടാവൂ. അതല്ല എന്നെ എതിർക്കാനും മറ്റാണ് ഉദ്ദേശമെങ്കിൽ ചോദ്യം മാത്രമായിരിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് നിന്റെ ജീവനും അബദ്ധം. അതുകൊണ്ടാ ചേച്ചി പറയുന്നത്. നീ ചേച്ചിക്ക് വാക്കുതാ. എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല. എനിക്കൊരു കാര്യം സംസാരിക്കണ്ട. നീ വാ. എന്താ? പറയാം, തിരക്ക് പിടിക്കാതെ. നീ വാ. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്ന ചോദ്യം മാത്രമേ ഉണ്ടാവൂ. അതല്ല എന്നെ എതിർക്കാനും മറ്റാണ് ഉദ്ദേശമെങ്കിൽ ചോദ്യം മാത്രമായിരിക്കില്ല.
ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിരിക്കണം. ഒരു വാക്ക് തെറ്റിപ്പോയാൽ നിന്റെ ജീവിതത്തിൽ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്താടാ നീ നിത്യം തമ്മിലുള്ള ബന്ധം? ഒന്നുമില്ല. പറയടാ, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമല്ലെങ്കിൽ നിനക്ക് വേദനിക്കുമെന്ന്. ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം ആവർത്തിക്കാം. ഇപ്പൊ സാറയുടെ വീട്ടില് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? വെറുതെ നിന്നല്ല, കൈകള് ചേർത്ത് പിടിച്ച്. അത് സാറ ചേച്ചിയെ പോലെ തോന്നി, സ്വന്തം പെങ്ങളെപ്പോലെ സ്നേഹിക്കുന്നത് കൊണ്ടാന്നൊക്കെ ചില മറുപടിയുണ്ട്. ചോദിക്കുന്നവനെ പൊട്ടനാക്കുന്ന മറുപടി. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് അതിലെ വാസ്തവ. എന്താടാ നിനക്ക് അവളോട്? അല്ലെങ്കിൽ എന്താ അവൾക്ക് നിന്നോട്? അത് പറഞ്ഞ ചേട്ടൻ അവരെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. പറയടാ. പലപ്പോഴും നിത്യേച്ചി ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. എപ്പോഴും നിനക്ക് കാമുകയുണ്ടോ, കാമുകയെക്കുറിച്ച് നിന്റെ സങ്കല്പം എന്തൊക്കെയാന്ന് എന്നോട് ചോദിക്കും. പിന്നെ ഞാൻ ഒഴിഞ്ഞു മാറാറേ ഉള്ളൂ. അപ്പോ സംസാരിക്കാത്ത എന്താണെന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കും. ഞാനൊരു മൂത്തേച്ചി നിലയ്ക്ക് അവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരെന്നെ കാണുന്ന അങ്ങനല്ല. എനിക്ക് നിങ്ങളെ വഞ്ചിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാ. അതും കഴിഞ്ഞ് ജോലിയും കിട്ടി എനിക്ക് തിരിച്ചു പോകണം. അവരോട് ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയണം. ഞാനെന്താ വെറുതെ ജീവന്റെ ഭാഗയ്ക്ക് കാരണമാണെന്ന്. നീ പറഞ്ഞല്ല സത്യമാണല്ലോ അല്ലേ? സത്യം. അപ്പൊ പിന്നെ നിനക്കൊന്നും സംഭവിക്കില്ല, ആരെ കൊണ്ടും. പക്ഷെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാനാവില്ല. ഇപ്പൊ തന്നെയുണ്ട് ശിക്ഷ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.